നടിയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളുമായി പോലീസ് കോയമ്പത്തൂരിലെത്തി തെളിവെടുപ്പ് നടത്തി. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ടാബും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പൾസർ ബൈക്കിന്റെ ഉടമയെ പിളമേട് നിന്നും കണ്ടെത്തി. ബൈക്ക് മോഷണം പോയതാണെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. പുലർച്ചെയാണ് പൾസർ സുനിയെയും വിജീഷിനെയും കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പിനായി കോയമ്പത്തൂരിലെത്തിയത്. പ്രതികൾ 3 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശ്രീറാം നഗറിലുള്ള വീട്ടിൽ സംഘം പരിശോധന നടത്തി. വീടിനുള്ളിൽ നിന്നും ഒരു മൊബൈൽ ഫോണും ടാബും കണ്ടെടുത്തു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്നതിന് മുന്നോടിയായി പോലീസ് സീൽ ചെയ്തു. വീട്ടുടമയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. പ്രതികളെ മുൻപരിചയമില്ലെന്നും ചാർലി എന്നൊരാളാണ് പരിചയപ്പെടുത്തിയതെന്നും കെട്ടിട ഉടമ പോലീസിനോട് പറഞ്ഞു. ചാർലി ഒളിവിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കഴിഞ്ഞ തിങ്കളാഴ്ച കോയമ്പത്തൂരിലെത്തിയ പ്രതികൾ ബുധനാഴ്ചയാണ് മടങ്ങിയത്. അന്വേഷണ സംഘം കോയമ്പത്തൂരിൽ എത്തിയതറിഞ്ഞാണ് രക്ഷപ്പെട്ടതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പിളമേട് സ്വദേശി ശെൽവൻ എന്നൊരാളുടെ ബൈക്കുമായാണ് രക്ഷപ്പെട്ടത്. ശെൽവനെ പോലീസ് പിന്നീട് കണ്ടെത്തി. ബൈക്ക് മോഷണം പോയതാണെന്നും താക്കോൽ തന്റെ കൈവശമുണ്ടെന്നും ശെൽവൻ പോലീസിനോട് പറഞ്ഞു. ആലുവ ഡിവൈഎസ്പി ബാബുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളുമായി കോയമ്പത്തൂരിലെത്തിയത്. കോയമ്പത്തൂരിലെ തെളിവെടുപ്പ് ഇന്ന് തന്നെ പൂർത്തിയാക്കി കൊച്ചിക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തുടർന്ന് പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ മറ്റിടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനിടെ കഴിഞ്ഞ ദിവസം പൊന്നുരുന്നിയിലെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോൺ, ടാബ്, പെൻഡ്രൈവ്, മെമ്മറി കാർഡ് എന്നിവ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഗൂഢാലോചനയില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന മുഖ്യമന്ത്രി. ഗൂഢാലോചനയില്ലെന്ന ഒരു മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു. ഈ വാർത്തയെക്കുറിച്ച് പറയുകയായിരുന്നു എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമല്ല, ഞാൻ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ കാള പെറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പാടില്ല. എന്താണ് സംഭവിച്ചത്? ഞാൻ ദീപികയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അന്ന് സ്റ്റേജിൽ എനിക്കൊരു പത്രം കിട്ടും. ആ പത്രത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റിപ്പോർട്ട് കാണുന്നു. എനിക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല, ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണത്തിന് പുറപ്പെടുന്നു. ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ എല്ലാവരെയും പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പിടികിട്ടി കഴിഞ്ഞ സാഹചര്യത്തിൽ കാര്യങ്ങൾ അവരന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടി പോലീസ് സേനയുടെയും നാടിന്റെയും മാനം കാത്ത അന്വേഷണ സംഘത്തിന് സഹപ്രവർത്തകരുടെ ആദരം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്വേഷണ സംഘങ്ങൾക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകി. നാട് ആഗ്രഹിച്ചത് ചെയ്ത പോലീസുകാരെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മേജർ രബി അഭിപ്രായപ്പെട്ടു. പ്രതികളെ അതിവേഗതയിൽ ഇരുമ്പഴിക്കുള്ളിലാക്കുന്നതിന് പോലീസ് നടത്തിയ കഠിന പ്രയത്നത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടായിരുന്നു സംവിധായകൻ മേജർ രവി സംസാരിച്ചു തുടങ്ങിയത്. പോലീസിനെ അഭിനന്ദിച്ചില്ലെങ്കിലും അപമാനിക്കരുതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ വിടാതെ അവനെ പിടിവിട്ടില്ല. ചവിട്ട് കൊണ്ടിട്ടും അവനെ പിടിച്ച് ചവിട്ടിക്കൂട്ടി വണ്ടിക്കകത്ത് കെട്ടി കൊണ്ടുവന്ന് കണ്ടപ്പം അഭിമാനം തോന്നി. ഇനിയും നമ്മുടെ സമൂഹം ഇതുപോലുള്ള പ്രവൃത്തികൾ കാണുന്ന സമയത്ത് ഈ പോലീസിനെ അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അപമാനിക്കാതിരുന്നാൽ മതി. പ്രതികളെ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങൾക്കിടെ പോലീസിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ വ്യക്തമാക്കുന്നതായിരുന്നു അന്വേഷണ സംഘത്തലവൻ IGP വിജയന്റെ വാക്കുകൾ. പ്രതിയെ പിടികൂടിയ രീതിയെ ചൊല്ലി ചിലർ വലിയ വിവാദമുയർത്തുന്നു. ഇത് സമൂഹത്തിന് എന്തു ഗുണം ചെയ്തുവെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ എന്ന് IG പറഞ്ഞു. നമ്മൾ വിവാദങ്ങളെല്ലാം സൃഷ്ടിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ചർച്ചകളെല്ലാം വിവാദങ്ങളെല്ലാം നമ്മളെ നന്മയിലേക്കാണോ പോകുന്നത്, അതല്ല നമ്മൾക്ക് ഗുണകരമല്ലാതെ പോകുന്നുണ്ടോ എന്ന് സമൂഹം ചിന്തിക്കേണ്ടതുകൊണ്ടെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് സുരക്ഷിതത്വത്തിലേക്കാണോ പോകുന്നത്, സുരക്ഷിതമില്ലായ്മയിലേക്കാണോ പോകുന്നതെന്ന് ആലോചിക്കുന്നത്. കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പങ്കാളികളാവുകയും പ്രതികളെ പിടികൂടാൻ കഠിന പ്രയത്നം നടത്തുകയും ചെയ്ത സേനാംഗങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും പോലീസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടിയെ ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി പൾസർ സുനിക്ക് കോട്ട് നൽകി സഹായിച്ച വക്കീലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി G. സുധാകരൻ. ആലപ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിഭാഷകന്റെ കോട്ടിട്ടുണ്ടോ എന്നല്ലേ ആൾമാറാട്ടല്ലേ, അതിന് കേസെടുക്കണ പേരിൽ അഭിഭാഷകന്റെ പേരിലും കേസെടുക്കണം. കോടതിയിൽ വാദിക്കേണ്ട കോടതി ക്രിമിനലിന് കൊടുത്തതിനെ അഭിഭാഷകർക്ക് ക്യാൻസൽ ചെയ്യേണ്ടതാണ് നിയമപ്രകാരം. അഭിഭാഷകരുടെ ജൂറിസ്പ്രുഡൻസ് ക്യാൻസൽ ചെയ്യണം, കേസെടുക്കണം, കേസെടുക്കേണ്ടതാണ്. തിരികെ വാർത്തകളിലേക്ക്. നെഹ്റു കോളേജ് ചെയർമാൻ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ജിഷ്ണുവിന്റെ മാതാപിതാക്കൾ.
മുഖ്യമന്ത്രി ഇടപെട്ട പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിക്കണമെന്നും ജിഷ്ണുവിന്റെ അമ്മ ആവശ്യപ്പെട്ടു. 2 ദിവസത്തിനകം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിക്കണമെന്നും മാതാപിതാക്കൾ വ്യക്തമാക്കി. കൃഷ്ണദാസിനെ പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്താലാണ്, ജയിലിലടച്ചാലാണ് ഈ മക്കളെല്ലാം സത്യം വിളിച്ചു പറയും. ഇവർക്ക് പേടി കാരണം ഈ മക്കളൊന്നും സത്യം പറയുന്നില്ല. അതുകൊണ്ട് ഇവരെ പെട്ടെന്ന് തന്നെ ജയിലിലടക്കണം. ഇവർക്ക് ജാമ്യം കൊടുക്കറ് 28-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരെ ജയിലിലടക്കണം. 28-നുള്ളിൽ ഇവരെ അറസ്റ്റ് ചെയ്യില്ല. ഞങ്ങൾ കുടുംബങ്ങളുള്ള നാട്ടുകാരായിട്ട് ഇവരെ തിരുവനന്തപുരത്ത് സത്യാഗ്രഹത്തിന് പോവുകയാണ്. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നു എന്ന തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടില്ലെന്ന് ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് യാസിൻ. ക്രമസമാധാനം തകർന്നു എന്ന പേരിൽ ഒരു വാർത്താ മാധ്യമത്തിൽ വന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്ന് ഇന്റലിജൻസ് മേധാവി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയായി PK കുഞ്ഞാലിക്കുട്ടിയെ തെരഞ്ഞെടുത്തു. പ്രൊഫസർ ഖാദർ മൊയ്തീനാണ് ദേശീയ അധ്യക്ഷൻ. ചെന്നൈയിൽ നടന്ന ദേശീയ പ്രവർത്തക സമിതി യോഗമാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ. ET മുഹമ്മദ് ബഷീറാണ് പുതിയ ഓർഗനൈസിംഗ് സെക്രട്ടറി. PV അബ്ദുൽ വഹാബിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. പടന്ന സ്വദേശി ഹഫീസുദ്ദീനാണ് മരിച്ചത്. മരണവിവരം ബന്ധുക്കളെ അറിയിച്ചത് IS സംഘത്തിലെ മറ്റൊരു മലയാളി അഷ്വാഖാണ്. പീപ്പിൾ TV ഇംപാക്ട്. ചീമേനി ജയിലിൽ ഗോപൂജ നടത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തരുതെന്ന് മുഖ്യമന്ത്രി. നിയമത്തിന് അതീതമായി ആർക്കും സൗകര്യമൊരുക്കരുതെന്നും അഴിമതിക്കാരുടെ പ്രലോഭനത്തിൽ വീഴരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു.